എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം കാടെല്ലാം തളിച്ച് ഇത് പറമ്പാണ്, വലിയതാണ്. ഓക്കെ, നിങ്ങളെന്താ ഈ ഡ്രസ്സിലൊക്കെ വന്നേ? ഇവിടെ കൊതുകടിച്ചിട്ട് ഒരു ദിവസം ഇവിടെ ഇങ്ങനെ വന്നതാ, ഒന്നുമില്ലാണ്. ഈ ഉടുപ്പ് മാത്രമേ ഇട്ടോ. ഞങ്ങളുടെ സ്ഥലങ്ങൾ കാണിച്ചു തരാമേ. ഞങ്ങളുടെ സ്ഥലങ്ങളാണ്. ഇന്ന് ഇതിൽ കാട് തെളിക്കുക. ഇപ്പം റബ്ബറൊക്കെ വെട്ടാൻ സമയമായപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കാട് തെളിക്കുന്ന ഭാഗമായി കാണുന്നത്. 4-5 പേരുണ്ട്. ഒരു മണിക്കൂറിന് അവർക്ക് മണിക്കൂറിനാണ് പൈസ. എത്രയാണെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഒരു പഴയ വീടും ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ അങ്ങ് പോവുക. ഇതാണ് പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന തറവാട് വീട്. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. ഇങ്ങനെ ഞങ്ങൾ ഈ വേഷമൊക്കെ ഇട്ടിരിക്കുന്ന കൊതുകിനെ പേടിച്ചാണ്. കൊതുകിനെ പേടിച്ച് ഞങ്ങള് ഇത്രയും ഡ്രസ്സൊക്കെ ഇങ്ങനെ കെട്ടി. ഭയങ്കര കൊതുകിന്റെ ശല്യമാണ്. മഴയൊക്കെ ഇല്ലേ, അപ്പൊ ആ സമയത്ത് ഇതിൽ 2 പ്രാവശ്യമാണ് ഞങ്ങൾ തെളിക്കുന്നത്. അടിക്കുന്നവര് അവര് ഫുള്ള് കവർ ചെയ്താ നിൽക്കുന്നത്. അവരെ അപ്പം ഇതൊന്നും ശല്യപ്പെടുത്തത്തില്ല. ഉണ്ടോ, ഇത് ഞങ്ങളുടെ സ്ഥലം ഒരു ഹില്ലി ഏരിയയാണ്. അപ്പൊ ഇങ്ങനെ ഇച്ചിരി തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെ കയറി പോകേണ്ടത്. കാണാൻ നല്ല ഭംഗിയാണ്, താമസിക്കാനും നല്ല സുഖമുള്ള സ്ഥലമാണ്. കാര്യം നല്ല തണുപ്പ്. ചൂട് സമയങ്ങളിലൊക്കെ കാലാവസ്ഥ നല്ല. പത്തനംതിട്ട ജില്ലയാണ്, റാന്നി താലൂക്കിലുള്ള സ്ഥലമാണ്. കാഴ്ചക്കാർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ കുറച്ച് ഹില്ലി ഏരിയ ആയതുകൊണ്ട് ആളുകൾക്ക് കാണാനും ഒക്കെ പറ്റൂ. സൗകര്യങ്ങളൊക്കെ ഈ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടെ വരുമ്പം ബുദ്ധിമുട്ടായിട്ട് പറയും. പക്ഷെ താമസത്തിന് നല്ല സുഖമുള്ള സ്ഥലമാണ്. തണുപ്പുള്ള കാലാവസ്ഥയിലും ഈ സ്ഥലത്തൊക്കെ നല്ല സുഖമാണ് താമസിക്കാൻ. അങ്ങനെ നിങ്ങളെ ഇന്ന് ഞങ്ങളുടെ സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് വെച്ച് കണ്ട പണിക്കാർ നിൽക്കുന്നു. 3-4 പണിക്കാരുണ്ട്. മേലിലോട്ടും ഒക്കെ ആളുകൾ പോയിട്ടുണ്ട്. ഇത് ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഇതിൻ്റെ അകത്ത് ചക്ക, മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഒന്നും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടല്ല. ഒന്ന് കാണിക്കട്ടെ. ഇവരെ എല്ലാം ഫുള്ള് കവർ ചെയ്താണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോക്സും ഒക്കെ ഇടിയിച്ച്. കാര്യം കൊതുക് കടിയിൽ നിന്ന് അവർക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതേ അവർക്ക് ഇഷ്ടമാണ്. വെക്കേഷൻ സമയങ്ങളിലേ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതപ്പോൾ കൊതുകൊന്നും കടിക്കുന്ന അവർക്ക് വിഷയമല്ല. ഇതിൻ്റെ അകത്ത് നല്ല മാമ്പഴമുണ്ട്. അതൊക്കെ ഈ കൊതുകിനെ പേടിച്ച് ഞങ്ങളങ്ങനെ പറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്ലാവൊക്കെ നിൽക്കുന്നത് കണ്ടത്, ചക്കയൊക്കെ നിറച്ചാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഒന്നും പറിക്കാൻ നമുക്ക് പറ്റാത്ത ഒരു തരത്തിലാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് നമ്മളൊന്നും വെച്ച് പിടിപ്പിച്ചതല്ല. പണ്ട് തൊട്ടേ ഉള്ള പ്ലാവുകളാണ്. പ്ലാവും മാവും എല്ലാം ഒന്നും നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ല. ഓക്കെ, ഹലോ ഗൈസ്, കണ്ടോ അവരൊക്കെ പണി ചെയ്യുന്നവർ ഫുൾ കവർ ചെയ്താണ് നിൽക്കുന്നത്. ഇങ്ങനെ മേലിലോട്ടുണ്ട്. മണിക്കൂറുകൾക്കകത്ത് അവർ പണി തീർത്ത് പോവുകയും ചെയ്യും. വേഗമാണ്. ഹിന്ദിക്കാരാ. ഓക്കെ, മോനെ അങ്ങോട്ട് ഞാൻ നടന്നു വരുമ്പോ ഒന്ന് എടുക്കാവോ? അവിടെ നിന്ന് ഞങ്ങള് വീട്ടിൽ പോവുക കേട്ടോ. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. കേസ് ആയുവിനെ കണ്ടോ? ആയു ഫുള്ള് കവർ ചെയ്താ നിൽക്കുന്നത്. ഞങ്ങളെ ഒത്തിരി കൊതുക് കടിച്ചിട്ടുണ്ട്. കൊതുക് കടിക്കുക. ആയുവിനെ കാലിൽ സോക്സ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് കൊതുക് കടിക്കുന്നു. ഞങ്ങൾ പോവുക ഗൈസ്. കണ്ടോ ഗൈസ്, നീച്ചയെല്ലാം കൂടെ ഇളകിയിരിക്കുക. എന്തോ പ്രശ്നം ഉണ്ടായി, അതാണ് ഇവരെല്ലാം കൂടെ ഇളകി.
ഞങ്ങളുടെ പണ്ടത്തെ തറവാട് വീടാണ്. ഇവിടെ ആരും താമസമില്ല. ഈച്ച ഇങ്ങനെ ഇളകിയിട്ട് ചിലപ്പോൾ ഇവർ മാറി അങ്ങ് പോവുകയും ചെയ്യും. എന്തോ അവർക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും പേര് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, തേങ്ങാപ്പഴം പറക്കാൻ വരുന്നത് ഈ മാവിൻ്റെ ചോട്ടിലാണ്. ഇവിടെ 3 മാവ് ഇങ്ങനെ നിൽപ്പുണ്ട്. 3 മാവുണ്ട്. തേങ്ങാപ്പഴം കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. കുറേ പറക്കി തീർന്നു. ഈ പറമ്പിൽ മിക്കയിടത്തും മാവുണ്ട്. മാവും പ്ലാവും ആഞ്ഞിലി അങ്ങനെയുള്ള മരങ്ങളെല്ലാം ഇവിടെ ആരും വെച്ച് പിടിപ്പിച്ചതല്ല, എല്ലാം ഇങ്ങനെ തനിയെ ഉണ്ടാകുന്നതാണ്. ഓക്കേ, ചാമ്പയ്ക്ക കിടക്കുന്നത് കണ്ടത്. ഇത് ചാമ്പമരമാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടോ ചാമ്പയ്ക്ക എന്ത് മരത്തില്. ഇതൊക്കെ നമുക്ക് പറിക്കാൻ വരണമെന്നും ഇത് തിന്നാൻ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ കൊതുകിനെ പേടിച്ചാണ് ആരും ഇതിനൊന്നും ഇറങ്ങാത്തത്. ഇതെല്ലാം വെറുതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. ഞാവൽ മരമാണ് ഈ നിൽക്കുന്നത്. കണ്ടോ ഞാവൽ, ഇത് നിറഞ്ഞ കായ. ഇപ്പോൾ ഇതിൻ്റെ കായ ഉണ്ടാകുന്ന സമയമാണ്. 1 മാസം കൂടെ കഴിഞ്ഞിട്ടേ വീഴാൻ തുടങ്ങത്തുള്ളൂ. ഇതൊന്നും ആരും എടുക്കാൻ പറ്റത്തില്ല. ഇതവിടെ ഒരു മാവുണ്ട്, ഞാവൽ.